നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജനുവരി മാസം 26 ഞായർ മുതൽ ഫെബ്രുവരി മാസം 1-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 28-ാം തീയതി ശുക്രൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം, അതായത് മേടക്കൂറ്. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആശുപത്രിവാസം തന്നെ വേണമെന്നില്ല, പ്രത്യേകിച്ചും അദ്ദേഹവുമായി ഒത്തിട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിൽ ചില യാത്രകൾ നടത്തുന്നു. തീർത്ഥയാത്ര, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. പിതാവിൻ്റെ മനസ്സന്തോഷത്തിന് വേണ്ടി ഈ നക്ഷത്രക്കാർ, അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ യാത്രയ്ക്കൊരുങ്ങുകയും ബാക്കി മംഗളകരമായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. മാതാവിനും പിതാവിനും ഒരുപോലെ തന്നെ മനസ്സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഈ നക്ഷത്രക്കാർ ഈ ആഴ്ച കൂടുതൽ താല്പര്യം കാണിക്കുമെന്നർത്ഥം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലാണ് പ്രധാനമായും അത്. ചിലർക്കെങ്കിലും പിതാവിന് ശാരീരികമായ ചില അസുഖങ്ങൾ ഉണ്ടായെന്നിരിക്കാം. ചില യാത്രകൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ടു എന്നിരിക്കാം. വിദേശത്ത് പഠിക്കുന്ന മക്കളുമായോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായോ ബന്ധപ്പെട്ട് സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠന വിജയവുമായി ബന്ധപ്പെട്ടോ ആയിരിക്കാം ഇത്. വിദേശത്തു നിന്നുള്ള ധനസഹായവും ഈ നക്ഷത്രക്കാരിൽ കുറേ പേർക്കെങ്കിലും എത്തിച്ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ ഈ 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ തൊട്ട് ഇവരുടെ കർമ്മരംഗത്ത് വളരെയധികം ശോഭനീയമായ ചില വിജയങ്ങൾ കാണുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ തുടക്ക ദിവസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞയാഴ്ചയിലോ കർമ്മ വൈമുഖ്യം ഉണ്ടായിരുന്നവർക്ക്, അതായത് ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈമനസ്യമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതിന് ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രധാനമായും അവരുടെ മേലധികാരിയുമായിട്ടുള്ള തർക്കമൊക്കെ അവസാനിച്ച് ജോലിയിൽ കൂടുതൽ നന്നായി അവർക്ക് വ്യാപൃതരാകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ ഗുണവും ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വലിയ ചില എമൗണ്ടുകൾ ഇവരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കാണുന്നു. ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ ഭാഗ്യകരമാണ്, പ്രത്യേകിച്ചും സാമ്പത്തികമായി. അതുകൊണ്ട് പൊതുവെ മേടക്കൂറിന് ഈ ആഴ്ച നല്ലതു തന്നെയാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കുറച്ച് സാമ്പത്തികമായി ചിലവുണ്ടാകുമെങ്കിലും പിന്നീട് വരുന്ന 4 ദിവസങ്ങൾ വളരെ പ്രവർത്തനപരമായും സാമ്പത്തികപരമായും വളരെ ഗുണകരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഇവരെ ഇപ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ളത് ഇവരുടെ ലോവർ അബ്ഡമിൻ ഭാഗം, കീഴ്വയറ്, അതുപോലെ ജെനിറ്റൽ ഓർഗൻസ്, തുടയുടെ ഇടുക്കുകൾ, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമോ സ്കിൻ അസുഖങ്ങളോ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28 3 മണിക്ക് ശേഷം 29, 30, 31, 1 രാത്രി 9 മണി വരെയും ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരുടെ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ കുറച്ച് മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ സഹോദരന്മാരുമായിട്ട് ഈ നക്ഷത്രക്കാർ അവരുടെ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ ശാരീരികമോ മാനസികമോ അവരുടെ സാമ്പത്തിക വിഷയങ്ങളിലോ കഷ്ടപ്പാടിലോ ഒക്കെ ഇവർക്കും വൈമനസ്യങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വരുമാനം ലഭിക്കുന്ന കാര്യത്തിലും കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ചില ചെറിയ യാത്രകൾ നടത്തുന്നത് കൊണ്ട് പ്രയോജനം കാണുന്നുണ്ട്. പുലർച്ചെ പോയി രാത്രി തന്നെ മടങ്ങി വരുന്ന യാത്രകൾ വളരെ വിജയകരമായിട്ട് കാണുന്നു. അതായത് ഒരിടത്തും തങ്ങുന്നില്ല, പക്ഷേ ആ ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ആഴ്ചയുടെ മധ്യഭാഗം, അതായത് പകുതിക്കടുത്തുള്ള ദിവസങ്ങൾ പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. ആദ്യത്തെ 2-3 ദിവസത്തെ ശുഷ്കാന്തി ചിലപ്പോൾ ഒരു 1-2 ദിവസത്തേക്ക് ആഴ്ചയുടെ ഏതാണ്ട് മധ്യഭാഗത്തെത്തുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പങ്കെടുക്കുകയും തങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായി വളരെ ഗുണമാണ് കാണുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അപ്രതീക്ഷിതമായി ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് കുറച്ച് പണം വന്നു ചേരുമെന്ന് കാണുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കത്തിലോ പ്രശ്നങ്ങളോ ഒക്കെ ഇടപെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുഖത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഇപ്പോൾ നിയമം വളരെ കർക്കശമാണ്, ഹെൽമറ്റ് ധരിക്കുക എന്നത്. എന്നാൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് അത്യാവശ്യം പോയി വരാൻ ധരിക്കാതെ ഇരിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത്. ചില ഇടറോഡുകളിലൊക്കെ ധരിക്കാതെയൊക്കെ പോകാം. എന്നാൽ ഈ അവസരത്തിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. മുഖം, തല ഈ ഭാഗങ്ങളിൽ അപകട സാധ്യതകൾ, തീയ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി
ഇതുകൊണ്ടൊക്കെ ദോഷങ്ങളുണ്ടാകാം. വില കുറഞ്ഞ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചാർജ് ചെയ്തുകൊണ്ട് മുഖത്ത് വയ്ക്കാതിരിക്കുക, ചെവിയിൽ വയ്ക്കാതിരിക്കുക എന്നൊക്കെ തന്നെ ആണ് ഉപദേശമുള്ളത്. ധനപരമായിട്ട് നല്ല നേട്ടം കാണുന്നു. ചില കാര്യങ്ങളിൽ ചില കേസുകളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും ധനപരമായ കാര്യത്തിലാണെങ്കിൽ അതിൽ വിജയം ഒടുവിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെയാണ്. ചില ബന്ധങ്ങളിൽ ചിലപ്പോൾ ചെറിയ ചില അകൽച്ചയോ കലഹമോ ഉണ്ടാകാം. എന്നാലും പൊതുവേ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വലിയ ദോഷമില്ല. പ്രവർത്തന മണ്ഡലത്തിലും ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നുവെന്ന് കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മുഖം ആണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ അലർജി അസുഖങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്കല്പം ദോഷം കാണുന്നുണ്ട്. ഹൃദയം അല്ലെങ്കിൽ ശ്വാസകോശ ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നീർദോഷ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാം. ജലവുമായി ബന്ധപ്പെട്ട് ജലത്തിലൂടെ ഉള്ള ചില സാഹസിക യാത്രകൾ, ചില നദികളിൽ, വെള്ളച്ചാട്ടങ്ങളിൽ ഇവിടെയൊക്കെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവിടെയും അപകട സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ചെയ്യുക. പൊതുവെ ഈ ആഴ്ചയിൽ ഇവരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 31 രാത്രി 1 മണിവരെയും ഇവർക്ക് താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ചെറിയ ചില അവശതകൾ കാണുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന ചില സംരംഭങ്ങളിൽ നിന്നോ ഇവർക്കിപ്പോൾ സാമ്പത്തിക നേട്ടം കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ തന്നെ അത് ഇവർക്ക് ലഭ്യമാകുന്നു എന്ന് കാണുന്നുണ്ട്. ചില യാത്രകൾ വളരെ വിജയകരമാവും. മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുമൊത്ത് സഞ്ചരിക്കാനും അവരുമായി മാനസികമായി സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രകൾ വളരെ ഗുണകരമായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ആയാസകരമായ ജോലികൾ ചെയ്ത് ശരീരത്തിന് ക്ഷീണിതാവസ്ഥയോ അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അണുബാധയോ പനിയോ ഒക്കെ ബാധിച്ച് കുറച്ച് 1-2 ദിവസങ്ങൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരികയോ വിശ്രമം എടുക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. എന്നാൽ പൊതുവെ മനസ്സിന് വലിയ ദോഷങ്ങൾ സംഭവിക്കുന്നതല്ല ഈ ആഴ്ച. പൊതുവെ ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുക. അതുപോലെ പ്രവർത്തന രംഗത്തും അവർക്ക് വലിയ പരിഹാസങ്ങളൊന്നും കേൾക്കേണ്ടി വരുന്ന അവസ്ഥ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്തും മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. തങ്ങളുടെ തൊഴിൽ നന്നായി ചെയ്യുവാൻ സാധിക്കുന്നു. ഇവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ജീവിക്കാൻ സാധിക്കുന്നു. പ്രണയത്തിന് സാഫല്യം കണ്ടെത്താൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലവും മനസ്സന്തോഷം നൽകുന്നതുമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. യാത്ര ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കണം. പിതാവുമൊത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ പിതാവിൻ്റെ ശാരീരികമായ അവശതയിൽ ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ ചില ജോലിയിൽ വിഘാതം ഉണ്ടാവുകയോ യാത്ര മാറ്റിവെക്കേണ്ടത് ആയിട്ടോ ഒക്കെ വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്നാലും പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ഗുണം കിട്ടുവാനും പ്രവർത്തന രംഗത്ത് ശോഭിക്കുവാനും സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ, അതായത് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ഉച്ചയ്ക്ക് 3 മണിവരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദരസംബന്ധമായ രോഗവും ശാരീരികമായ ചെറിയ അവശതയും കാണുന്നുണ്ട് ഇപ്പോഴും. മാത്രമല്ല പെട്ടെന്നുണ്ടാകുന്ന ചില വൈകാരികമായ തള്ളിച്ചയാൽ പറയുന്ന വാക്കുകൾ ഇവർക്കിപ്പോൾ ഉപദ്രവമായിട്ട് വരാം. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. കായബലം ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിന് രോഗാവസ്ഥകൾ ഉണ്ടാകാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുണ്ടെങ്കിൽ അതിനെ ഡോക്ടർമാരുടെ മുന്നറിയിപ്പുണ്ടെങ്കിൽ അതിനെ വകവയ്ക്കാതെ പെരുമാറുന്നവർക്ക് ചിലപ്പോൾ വീണ്ടും ആശുപത്രിവാസം വേണ്ടിവരികയും ഒക്കെ ചെയ്യുന്നതായി കാണുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും അതുപോലെ അടുക്കളയിൽ തീയുമായും ഇലക്ട്രിസിറ്റിയുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ ഇവരെടുക്കേണ്ടിയിരിക്കുന്നു. പരിപൂർണമായ റെസ്റ്റ് പറയുന്നവർ അങ്ങേയറ്റം റെസ്റ്റ് തന്നെ പാലിക്കണം എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ടും അതുപോലെ ബാക്കി ഗ്രഹങ്ങൾ അത്ര ഗുണകരമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടും വളരെ ശ്രദ്ധിക്കണം. 28-ാം തീയതി മുതൽ ഇവർക്ക് ശുക്രൻ ഉച്ചത്തിൽ 9ലേക്ക് പോകുന്നത് കൊണ്ട് ഇവർക്ക് കർമ്മരംഗത്തും അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പ്രത്യേകമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും. വീട്ടിൽ പുതിയ സമ്മാനങ്ങൾ വരിക, വീട് മോടി പിടിപ്പിക്കുക, വീടുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ അനുകൂലവും സന്തോഷകരവുമായ വർത്തമാനങ്ങൾ കേൾക്കുക, പിതാവിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷാധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നൊക്കെ വളരെ നല്ല വാക്കുകൾ കേൾക്കുകയും
തങ്ങളുടെ ജോലിക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന തരത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സാമ്പത്തികമായി നേട്ടം കാണുന്നു. വിദേശത്തു നിന്ന് ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ പിണങ്ങി നിന്നിരുന്നവർ വീണ്ടും ശക്തമായി തിരിച്ചു വരികയോ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുകയോ വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നു. പൊതുവെ ഗുണകരമാണെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് കർക്കിടകക്കൂറിനോട് ആ കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് ഇപ്പോഴും പറയുന്നു. അവരുടെ ആരോഗ്യമാണ് പ്രധാന പ്രശ്നം. 12-ൽ നിൽക്കുന്ന ചൊവ്വ ചിലപ്പോൾ ആശുപത്രിവാസം വീണ്ടും പറഞ്ഞേക്കാം, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതലായി പണം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇതാണ്: മുറിവ്, ഭാരമുള്ള വസ്തുക്കൾ, അതുപോലെ അണുബാധ, തീയ്, ഇലക്ട്രിസിറ്റി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. ശുക്രൻ 8-ൽ നിന്ന് 9-ലേക്ക് പോകുന്നു. 8-ലും ശുക്രൻ ഇവർക്ക് അത്ര ദോഷമായിരുന്നില്ല. 9-ൽ പോകുമ്പോൾ ശുക്രൻ കൂടുതൽ ബലവാനുമാണ്. അതുകൊണ്ട് വളരെ ഗുണം ചെയ്യും. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29, 30 സന്ധ്യ വരെയും താരതമ്യേന കർക്കിടകക്കൂറുകാർക്ക് നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ 2-ലെ കേതു, അഷ്ടമത്തിലെ രാഹു. ഇപ്പോൾ 28-ാം തീയതി മുതൽ അഷ്ടമത്തിലേക്ക് ശുക്രനും ചെന്നിരിക്കുന്നു. 7-ൽ ശനി നിൽക്കുന്നു. 6-ലാണ് സൂര്യനും ബുധനും. 6-ലെ ബുധൻ താരതമ്യേന ഭേദം എന്നേ പറയാൻ സാധിക്കൂ. 6-ലെ സൂര്യൻ ഇവർക്ക് ഗുണമാണ്. എന്നാലും ശത്രുരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മസ്ഥലത്ത് ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകാം. വെറുതെ പരിഹാസങ്ങളോ നിർദ്ദയമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി ഇവരുടെ മാനസികമായ സന്തോഷം നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലിസ്ഥലത്ത് വളരെ ശ്രദ്ധ പാലിക്കുക. 10-ൽ നിൽക്കുന്ന വ്യാഴം പാതി ഇവരെ ജോലിസ്ഥലത്ത് സഹായിക്കുമെന്ന് കാണുന്നു. പൂർണ്ണമായും ശുക്രനെ സഹായിക്കാൻ സാധിക്കില്ല. കാരണം 10-ലെ വ്യാഴം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ അല്പം ബലം കുറഞ്ഞൊരു വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. ഭാവം കൊണ്ട് 10-ാം ഭാവം കൊണ്ട് അത്ര നല്ലതല്ല. നിൽക്കുന്ന നില എന്ന് പറയുന്നത് ശത്രുവായ ശുക്രൻ്റെ രാശിയിലാണ്. 11-ൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം ഗുണം എന്ന് പറയുന്നത് പലരും ചോദിച്ചേക്കാം. അതിൻ്റെ അർത്ഥം 11-ാം ഭാവം എന്ന ആ ഒരു ദീപ്തമായ അവസ്ഥയുണ്ട്, അത് നല്ലതാണ്. 10-ാം ഭാവം വ്യാഴത്തിന് കണ്ടകവ്യാഴൻ എന്ന് പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. പലരും അതത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും 10-ലൊക്കെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പ്രശ്നമുണ്ടാകാറുണ്ട്. എന്നാലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷം ഉണ്ടാകില്ല. ആരോഗ്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കണ്ടകശനി ഉള്ളതുകൊണ്ടും അഷ്ടമത്തിൽ രാഹു ഉള്ളതുകൊണ്ടും അണുബാധ, സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന അവസ്ഥ, ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി വരുമാനം ലഭിക്കാതിരിക്കുക, അങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഇവർക്ക് ഗുണം 11-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയാണ്. ചൊവ്വ ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടത്തെ കൊടുക്കും. ചൊവ്വ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രാജയോഗപ്രദനാണ്, യോഗകാരകനാണ്. അതുകൊണ്ട് യോഗകാരകൻ 11-ൽ സഞ്ചരിക്കുമ്പോൾ പുറകോട്ടാണ് സഞ്ചാരമെങ്കിൽ പോലും പാപഗ്രഹമായതുകൊണ്ടും യോഗകാരകനായതുകൊണ്ടും ആ ചൊവ്വ സാമ്പത്തികമായ നേട്ടത്തെ കൊടുക്കും. അതുകൊണ്ട് തന്നെ 10-ലെ വ്യാഴവും തൊട്ടടുത്ത് 2-ൽ നിൽക്കുന്ന ബന്ധുവായ ചൊവ്വയും ചേർന്ന് കർമ്മരംഗത്തെ വലിയ ദോഷമുണ്ടാക്കില്ല. സാമ്പത്തികമായ ലാഭവും ഉണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബന്ധങ്ങൾ, ചില സഹകരണ പ്രസ്ഥാനത്തിൽ പോകുന്ന കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെയൊക്കെയാണ് പ്രശ്നമുണ്ടാകുന്നത്. ദാമ്പത്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് 7-ൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ടാണ്. 8-ൽ ശുക്രൻ ഗുണമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് വളരെ അപ്രതീക്ഷിതമായി കുറച്ച് സാമ്പത്തിക നേട്ടമുണ്ടാകാം. വീട് മോടി പിടിപ്പിക്കാനോ വാഹനം മോടി പിടിപ്പിക്കാനോ പുതിയ വാഹനം വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ വസ്ത്രം ലഭിക്കുക, വെളുത്ത വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇതൊക്കെ ആഭരണങ്ങൾ, ഇതൊക്കെ ഇവർക്കിപ്പോൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. അല്ലെങ്കിൽ വാങ്ങാനുള്ള സൗകര്യങ്ങളും ഉണ്ടാകുന്നു. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28 3 മണിക്ക് ശേഷം 29, 30, 31, 1-ാം തീയതി രാത്രി 9 മണി വരെയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് പ്രധാനം. 7-ലോട്ട് ശുക്രൻ വന്നിരിക്കുന്നു. 7-ലെ ശുക്രൻ മറ്റു കാര്യങ്ങളിൽ ഉച്ചസ്ഥനായതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വിദേശത്ത് പോകാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളിലും വിദേശത്ത് പഠനമോ ജോലിയോ ലഭിക്കുന്നതിനുമൊക്കെ ഗുണകരമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളവും ദാമ്പത്യം തന്നെയാണ്. 7-ൽ ശുക്രൻ പോകുന്നത് അത്ര നല്ലതല്ല. 6ഉം 7ഉം ശുക്രന് നല്ലതല്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങൾ രാഹു കൂടി നിൽക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം. ചില അബദ്ധധാരണകൾ, ചില സുതാര്യമല്ലാത്ത ബന്ധങ്ങൾ, അല്ലെങ്കിൽ അത്തരം അനുകൂല വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധങ്ങളിൽ വിള്ളലോ സംശയമോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ
അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അസ്വസ്ഥതകൾ തലപൊക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശുക്രൻ 7-ൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ദൂരയാത്ര നടത്താൻ സാധിക്കും. ഒരുപക്ഷെ കലഹത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാവാം മാറിപ്പോവുക. മറ്റൊരു സ്ഥലത്തേക്ക് തൽക്കാലമെങ്കിലും പോയാൽ ഈ വഴക്കിനോ ഈ പിരിമുറുക്കമാർന്ന നിമിഷങ്ങൾക്കോ ഒരു അയവ് വരും എന്നുള്ള ചിന്ത കൊണ്ട് ചിലപ്പോൾ പോകാം. അതല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതൊക്കെ ആയിട്ട് വരാം. എന്നാലും പൊതുവേ സാമ്പത്തികമായിട്ട് ദോഷമോ പ്രവർത്തന രംഗത്ത് ദോഷമോ കാണുന്നില്ല. ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും വഴക്ക് അവസാനിച്ച് അത് സൗമ്യമായ ഭാവങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കാണുന്നു. 9 എന്ന് പറയുമ്പോൾ പൂർവ്വപുണ്യമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് അനുഗ്രഹം നൽകാൻ ഈശ്വരൻ 9-ൽ നിൽക്കുന്നത് നല്ലതാണ്. ദേവിയുടെയും ദേവൻ്റെയും അനുഗ്രഹം ഒരുപോലെ കന്നിക്കൂറിന് കിട്ടും. അത് പേടിക്കേണ്ട. പ്രത്യേകിച്ച് 10-ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് കർമ്മരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം, അണുബാധ, സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക ജീവിതത്തിൽ, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ എങ്ങനെയും നടത്തിക്കൊടുക്കാനും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാനും ഒക്കെ സഹായിക്കും. 5-ലെ ബുധൻ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഇവരുടെ തന്നെ ബൗദ്ധികമായ ബുദ്ധിയുടെ ഉയർന്ന നിലവാരമുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഇവരുടെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. സൂര്യൻ 5-ൽ നിൽക്കുന്നത് മാത്രമാണ് സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരിക അവശതയോ മറ്റെന്തെങ്കിലും അസുഖമോ സമ്മാനിക്കുന്നത്. പൊതുവെ ഗുണകരം തന്നെയാണ് കന്നിക്കൂറിനും ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് 30-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 31 1-ാം തീയതി രാത്രി 9 മണി വരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ. ശുക്രൻ ഇപ്പോൾ 6-ലാണ്. 6-ലും ഉച്ചസ്ഥനാണ്. ഉച്ചസ്ഥനാകുമ്പോൾ അതായത് ഉച്ചബലം 64 ഡിഗ്രി ബലത്തിലാണ് ഇപ്പോൾ ശുക്രൻ്റെ നില. അതുകൊണ്ട് മീനം രാശിയിൽ ഏറ്റവും നല്ല പവറിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങൾ വലുതായി വരില്ല എന്നാണ് പ്രമാണം. എന്നാലും കാലപുരുഷ ജാതകത്തിൽ 6-ാം ഭാവാധിപത്യം കന്നിക്കായതിനാൽ അതിൻ്റെ അധിപൻ അവിടെ 6 ശുക്രൻ്റെ രാശി നീചരാശി ആയതിനാൽ അത് പലപ്പോഴും വിവാഹബന്ധത്തെയും അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെയും ഒക്കെ തന്നെ സ്വാധീനിക്കാം, നെഗറ്റീവായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാമ്പത്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കുക. അത്തരം ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ബുദ്ധിപരമായ കാര്യങ്ങളിൽ പിന്നോട്ട് വലിക്കും. അതുപോലെ തന്നെ ഭാഗ്യത്തിനും ദോഷമുണ്ടാക്കും. ഇതെല്ലാം തന്നെ വേണമെങ്കിൽ പ്രതിഫലിക്കാം. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങൾ, ഇതിനെയൊക്കെ കുടുംബവും അങ്ങനെ ഒന്നായതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. പിന്നെ ഉദര സംബന്ധമായ അസുഖമോ രോഗമോ വരാം. ചില പുളിച്ചു തകട്ടൽ പോലുള്ള അസുഖങ്ങൾ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന് അത് സ്വീകരിക്കാൻ താല്പര്യമില്ലാതെ വരിക, ദഹനക്കേട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഫിസ്റ്റുലയുടെയോ അർശസിൻ്റെയോ ഒക്കെ അസുഖം ഉള്ളവർക്കാണെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള ഇടയും കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല 8-മത്തിലാണ് സഞ്ചാരം വ്യാഴത്തിൻ്റെ. അപ്പോൾ ഈശ്വരാധീനം പൊതുവെ കുറവാണ്. ആ കാര്യവും ചിന്തിക്കുക. 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ചില കാര്യങ്ങളിൽ ഗുണമുണ്ടെങ്കിലും പിതാവിന് ദോഷം, എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ, ഓവർ സ്പീഡായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ചൊവ്വയും മോശമായി സഞ്ചരിക്കുന്ന സമയത്ത്. അപ്പോൾ പൊതുവേ ഇവർക്കിപ്പോൾ സഹായമായി നിൽക്കുന്നത് 4-ൽ സഞ്ചരിക്കുന്ന ബുധനാണ്. ആ ബുധൻ പിന്നെ ശുക്രൻ 6-ൽ ഉച്ചനായതുകൊണ്ട് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള മറ്റ് സ്വാധീനങ്ങളൊന്നും ഇല്ലാതെ തന്നെ മനസ്സിനെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതൊരു വലിയ വിജയമാണ്. അതുപോലെ തന്നെ 4-ലെ ബുധൻ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കാനും കുടുംബസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകുവാനും അവിടേക്ക് ധനസംബന്ധമായ കാര്യങ്ങൾ ചെലവഴിക്കാനുമൊക്കെ ഇവർക്ക് സഹായിക്കുന്ന ഒരു മനസ്സുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു ഏകോപന മനസ്സോടുകൂടി പോകാൻ അത് ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലുമൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട് ബുധൻ. ആ ഒരു മനസ്സോടുകൂടി ബുദ്ധിപരമായ നീക്കങ്ങളോടുകൂടി പ്രായോഗിക ക്ഷമതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് സഹായിക്കുന്നു ബുധൻ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുക. അപ്പോഴും മനസ്സിലാക്കേണ്ടത് അങ്ങേയറ്റം പ്രാർത്ഥനയോടും കരുതലോടും കൂടി ഓരോന്നും ചെയ്തില്ലെങ്കിൽ ഭാഗ്യക്കേടും ഈശ്വരാധീനക്കേടും അവിടെ വരാം. അത് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27, 28-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി വരെ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം. അതുപോലെ തന്നെ
8-ൽ സഞ്ചരിക്കുന്നു ചൊവ്വ. 8-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ അത്ര നല്ലതല്ല. സ്വന്തം ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വളരെ സാഹസികമായ സ്വഭാവമുള്ള ജോലികളിൽ മുഴുകിയിരിക്കുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മെഷീനറിയുമായി ബന്ധപ്പെട്ട ജോലി, ഭാരമുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടവർ, മൂർച്ചയുള്ള ആയുധങ്ങൾ, കുന്തം പോലെയുള്ള വളരെ ഷാർപ്പൻഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ, വാഹനം സൂക്ഷിച്ച് ഓടിക്കുന്നവർ, ഡ്രൈവർമാർ, അതുപോലെ തന്നെ വലിയ വെഹിക്കിളുകൾ ഓടിക്കുന്നവർ, ഇവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കായികമായി ജോലി ചെയ്യുന്നവർ, സ്പോർട്സ്മാൻ, അതുപോലെ ഗെയിമൊക്കെ കളിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ മുറിവുകളൊക്കെ ഉണ്ടാകാം, വലിയ മുറിവുകൾ ഉണ്ടാകാം, വലിയ സ്കാർ പോലെയൊക്കെയുള്ള മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പൊതുവേ വൃശ്ചികം രാശി കൂടി ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മുൻദേഷ്യം വരികയും അതിൻ്റെ ഫലമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചിലപ്പോൾ കയ്യാങ്കളിയിൽ എത്തുന്ന ചില അവസ്ഥയൊക്കെ ഉണ്ടാകാം. വ്യാഴത്തിൻ്റെ 7-ലെ നില മാത്രമാണ് ഇവരെ ഏതെങ്കിലും തരത്തിൽ ഈശ്വരാധീനത്താൽ സഹായിക്കുക. ഓർക്കണം, 4-ൽ കണ്ടകശനി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടപെടുന്ന സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, മാതാവിന് അവശത, ഇതൊക്കെ ഉണ്ടാകാം. 5-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെ നിലയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഭാഗ്യമായി അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സഹായവും അതുപോലെ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സഹായവും ഉണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക നേട്ടം, ജോലിയിൽ അവരുടെ ക്രിയാത്മകത നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നൊരവസ്ഥ, മറ്റു കഴിവുകളുള്ളവർക്ക് കൂടുതൽ നന്നായി അത് വിനിയോഗിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇതൊക്കെ ഉണ്ടാകും. പൊതുവെ സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്, ഈശ്വരാധീനവും കാണുന്നുണ്ട്. എന്നാൽ അപകട സാധ്യതയും തൊട്ടു പുറകിലുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അഷ്ടമത്തിലെ ചൊവ്വ അതാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലാണ് കൂടുതൽ ആലോചിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28-ാം തീയതി 3 മണിക്ക് ശേഷം 29, 30 സന്ധ്യ വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈശ്വരാധീനത്തിൻ്റെ കുറവ്, ഭാഗ്യക്കേടാണ് കാണിക്കുന്നത്. 3-ലെ ശനി പല കാര്യങ്ങളിലും ഇവർക്ക് ഉത്സാഹം ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാൻ 6-ലെ വ്യാഴം പലപ്പോഴും താമസിപ്പിക്കും. 4-ാം ഭാവത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള മനസ്സുണ്ടാക്കുന്നു. കുടുംബത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭൗതിക നേട്ടങ്ങൾ കൂടുതലായി തങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അത് സാമ്പത്തിക ഭദ്രതയുടെ രൂപത്തിലായാലും ശരി, മറ്റു സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിലായാലും ശരി, വസ്ത്രം, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വെളുത്ത വസ്തുക്കൾ, ആഭരണങ്ങൾ, ഇതൊക്കെ നേടുന്ന കാര്യത്തിലായാലും ശരി പൊതുവെ ഗുണകരമാണ്. വീട് നിർമ്മിക്കാം, പുതിയ വീട് വാങ്ങാം, പ്രോപ്പർട്ടി വാങ്ങാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാം. ഓഫീസിലും ഇവർക്ക് കുറച്ചുകൂടി നല്ല ഒരു സാഹചര്യം ഉണ്ടാകുന്നു, സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. പൊതുവെ ഗുണമാണ് കാണുന്നത്. എന്നാൽ ഇവരിപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദങ്ങളുടെ കൂടി സ്ഥലമാണ്. അവിടെ രാഹുവും ശുക്രനുമാണ് ഒരുമിച്ച്. പുതിയ സൗഹൃദങ്ങൾ കടന്നു വരാം. 7-ലെ ചൊവ്വ നിലവിലുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കാം. ചിലപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് മാറി പുതിയ ബന്ധം 4-ലെ ശുക്രൻ ഇവർക്ക് സമ്മാനിക്കാം. നിഗൂഢ ബന്ധങ്ങൾ കൂടുതൽ സജീവമായി പുറത്തേക്ക് വരാം. ചിലപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ഉള്ള ബന്ധത്തിനെ അത് ബാധിക്കാം. അങ്ങനെ കലഹമോ പ്രശ്നമോ ഉണ്ടായി ചിലപ്പോൾ വഷളാകാം ചില ബന്ധങ്ങളെന്നൊക്കെ കാണുന്നുണ്ട്. 7-ാം ഭാവം ഇനി ശാരീരിക ജ്യോതിഷത്തിൽ നോക്കുകയാണെങ്കിൽ കീഴ്വയറ്, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളാണ്. തുടയല് വരെ ബാധിക്കാം. അതുകൊണ്ട് ജെനിറ്റൽ ഓർഗൻസിനും സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസിനുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയുണ്ടാകാം. പുരുഷന്മാർക്കാണെങ്കിലും ഇത്തരം ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 3 മണി വരെയും അതിനുശേഷം 30-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 31, 1-ാം തീയതി രാത്രി 9 മണി വരെയും ഗുണമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം പ്രധാനമാണ്. ശുക്രൻ 3-ലേക്ക് പോയിരിക്കുന്നു 2-ൽ നിന്നും.
മൂന്നിലെ ശുക്രൻ അവരുടെ പ്രവർത്തന രംഗത്ത് അവർക്കൊരു സ്ഥായീ ഭാവവും അത് വിജയത്തിൻ്റേതായ നാളെ വിജയം നേടുന്ന ഒരു ഭാവവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. അതിന് ഭാഗ്യവും ഈശ്വരാധീനവും ഇവർക്ക് കൂടെയായി നിൽക്കുന്നുമുണ്ട്, സംരക്ഷണമായി നിൽക്കുന്നുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ചില അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഉഷ്ണ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചില അസുഖങ്ങൾ, പ്രമേഹം പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടാകാം. നയനം, കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകാം. എന്നാൽ എല്ലാത്തിനും മേലെ ഈശ്വരാധീനത്തിൻ്റെ കണ്ണുള്ളത് കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യം ഇവർക്ക് അനുകൂലമാണ്. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഏതെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങൾ ആലസ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരാധീനതകൾ കൊണ്ടോ തടഞ്ഞു കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണത്തെയാണ് സമ്മാനിക്കുന്നത്. എന്നാൽ അതനുസരിച്ച് ചിലവുമുണ്ട്. എന്നാൽ ആഴ്ചയുടെ പകുതിക്ക് ശേഷം അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഭാഗ്യം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത, തങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങൾ വീട്ടാനുള്ള അവസ്ഥ, അത് പ്രവർത്തനത്തിലായാലും സാമ്പത്തിക രംഗത്തായാലും ശരി, അതിനൊക്കെയുള്ള അവസ്ഥ ഇവർക്കുണ്ടാകുന്നു. അപ്പോൾ പൊതുവേ ഗുണകരം തന്നെയാണ്. പക്ഷേ സഹോദരങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ മാതാവിനോ ഒക്കെ ചെറിയ ദോഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായോ ഡയഫ്രം, അതുപോലെ തന്നെ ചെറുകുടൽ വൻകുടൽ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28-ാം തീയതി 3 മണിക്ക് ശേഷം 29, 30 സന്ധ്യ വരെയും നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 2ലേക്ക് ശുക്രൻ പോയിരിക്കുന്നു. 2ലേക്ക് ശുക്രൻ 28-ാം തീയതി മുതൽ പോകുന്നു. അപ്പോൾ ശുക്രൻ്റെ 2ലെ നില സ്വാഭാവികമായിട്ടും ഇവർക്ക് വളരെ ഗുണത്തെ കൊടുക്കും. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് വലിയ ഗുണമാണ്. കുടുംബത്തിലും ഇവർക്ക് ഇവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്നു. കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സജീവമായ കുടുംബാന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുന്നു. തൊഴിൽ രംഗത്തും ഇവർക്ക് ഈ ആത്മാർത്ഥതയും ആത്മാർപ്പണവും സാധിക്കുന്നതുകൊണ്ട് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും കാണുന്നു. 2 ധനസ്ഥാനം കൂടിയാണ്. 4-ൽ നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് പരമാവധി ഗുണത്തെ കൊടുക്കും. കുടുംബത്തിലും തൊഴിൽ സ്ഥലത്തും ഇവർ എവിടെയൊക്കെ തങ്ങുന്നോ ആ ഇടങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹം കൊടുക്കും. എന്നാൽ മാതാവിന് അത്ര നല്ലതല്ല. വാഹനം ഓടിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം. 5-ാം ഭാവത്തിലെ ചൊവ്വ സന്താനങ്ങൾക്ക് ചെറിയ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എടുത്തുചാട്ടം പാടില്ല. ബുദ്ധിയെ വികാരം നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വരാം ഇടയ്ക്കെങ്കിലും, അത് പാടില്ല. ബുദ്ധി തന്നെയാണ് മേൽക്കൈ നേടേണ്ടത്. അതുകൊണ്ട് കരുത്ത്, ജാഗ്രത ഇതൊരുമിച്ച് കൊണ്ടുപോകണം മുന്നോട്ട്. ശാരീരികമായ അവശത ഇവർക്ക് വരാനുള്ള സാധ്യത നേരത്തെയും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖം ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വാക്കും ശ്രദ്ധിക്കണം. തല, മുഖം, മൂക്ക്, കണ്ണ്, നാക്ക്, പല്ല് ഈ ഭാഗങ്ങൾ, മുഖത്ത്, ത്വക്കിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. തൊലിപ്പുറമേയും ഒക്കെ എന്തെങ്കിലുമൊക്കെ അവശതയോ അലർജി പ്രശ്നങ്ങളോ കളർ ടോൺ മാറലോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഡൈ ഉപയോഗിക്കുന്നവർ, കെമിക്കൽസുള്ള മുഖലേപനങ്ങൾ ഉപയോഗിക്കുന്നവർ ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കണ്ണിന് പ്രത്യേകമായ ശ്രദ്ധ വേണം. ഇതൊക്കെയാണ് പ്രധാനമായും പറയാനുണ്ട്. ഇഴജന്തുക്കൾ, ക്ഷുദ്രജീവികൾ ഇവരുടെ വിഷം ശരീരത്തിലെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് ഈ പറയുന്ന കെമിക്കൽസ് വഴിയുമൊക്കെ ശരീരത്തിലെത്താം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ പൊതുവേ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തന രംഗത്തും വളരെ ഗുണമാണ്. കുടുംബത്തിലും ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് പൊതുവേ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ഉച്ചയ്ക്ക് 3 മണി വരെയും, പിന്നെ 30 സന്ധ്യ കഴിഞ്ഞ് 31 1-ാം തീയതി രാത്രി 9 മണി വരെയും ഗുണകരം. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 3-ൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ശുക്രൻ 28-ാം തീയതി മുതൽ ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇവരുടെ പൊതുവെയുള്ള ഐഡൻറ്റിറ്റി, മറ്റുള്ളവർ ഇവരെ കാണുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു. വളരെ പോസിറ്റീവായി മാറുന്നു. ആകർഷകമായ വ്യക്തിത്വം കൂടെയുള്ളവർക്കും സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത് ഇവരുടെ തൊഴിൽ രംഗത്തെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെയും
കർമ്മരംഗത്തെയും ഒക്കെ നന്നായി സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഭദ്രത ഇവർക്കുണ്ടാകുന്നു. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കഴിവനുസരിച്ച് ഇവർക്ക് ആ കഴിവ് നന്നായി പ്രയോഗിക്കുന്നതിലൂടെ കൂടുതൽ പെരുമയും പ്രശസ്തിയും ഒക്കെ കർമ്മരംഗത്തും അത് ധന നേട്ടമായി മാറുന്ന അവസ്ഥയും വരുന്നുണ്ട്. എന്നാലും ശ്രദ്ധിക്കേണ്ടത് 7.5 ശനി ജന്മശനിയുടെ രൂപത്തിലേക്കാകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. രാഹു ജന്മത്തിൽ നിൽക്കുന്നുണ്ട്. ശുക്രൻ ഉച്ചസ്ഥായിയിൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് രാഹുവിൻ്റെ ദോഷവശങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. എന്നാലും ശുക്രനും രാഹുവും ഒരുമിക്കുന്നത്, പ്രണയകാരകനും കാമകാരകനും ഒരുമിക്കുന്നത് അത്ര നല്ലതല്ല. ബന്ധങ്ങളിൽ അത് വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കാം. കാരണം ഇവിടെ നിന്നുകൊണ്ട് ശുക്രൻ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ദൃഷ്ടിയും നിലയും ഏകദേശം ഒരുപോലെ ആയതിനാൽ 7-ൽ ശുക്രൻ നിൽക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ബന്ധങ്ങളിലാണ് സംശയത്തിൻ്റെ വിത്തുകൾ ആദ്യം മുളപൊട്ടുന്നത്. കാരണം അവർക്ക് ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുള്ളതുകൊണ്ട് അത് സ്വാഭാവികമായും ഈ സമയത്ത് വർദ്ധിക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം സുതാര്യമായിരിക്കുക. പ്രകടനപരത ഒരു പരിധിവരെ കുടുംബ ബന്ധത്തിന് നല്ലതാണ്. പ്രകടിപ്പിക്കണം. സ്നേഹമായാലും എന്തായാലും അത് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങളിലെ അകൽച്ച കുറയും, സംശയാസ്പദമായ സാഹചര്യങ്ങൾ മാറിക്കിട്ടും. അത് മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ട് വലിയ ദോഷമില്ല, പ്രവർത്തന രംഗത്തും ദോഷമില്ല. രോഗം, രാഹുകേതുക്കളുടെ നില കാരണം രോഗമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അണുബാധയോ വിഷം ഉള്ളിൽ ചെല്ലുവാനോ, മദ്യപാനം പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ലിവർ പോലുള്ള ആന്തരിക ശാരീരിക അവയവങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് ഇടയ്ക്കിടെയെങ്കിലും ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27, 28, 29, 30-ാം തീയതി സന്ധ്യ വരെയും നല്ലതാണ്. ശനിദോഷത്തിന് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കലിയുഗത്തിൽ പരമപ്രധാനം ജപം. കാക്കയ്ക്കിടത്തെ കൈകളിലും ഡച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ശനിദേവനോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്കോ ധർമ്മശാസ്താവിനോ നീരാഞ്ജനം കഴിപ്പിക്കുക, കടും പായസം കഴിപ്പിക്കുക. ഇതെല്ലാം കറുത്ത പട്ട് സമർപ്പിക്കുക. ഇതൊക്കെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പാൽപ്പായസം നൈവേദ്യമോ മഞ്ഞപ്പട്ട് സമർപ്പിക്കലോ നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ വളരെ നല്ലത്. അതുപോലെ തന്നെ രാഹുദോഷത്തിന് ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ ജപിക്കുക. നാഗ ദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കുക. അതുപോലെ പിന്നെ അർച്ചനയ്ക്ക് കൊടുക്കാം. ഇതെല്ലാം വളരെ നല്ലതാണ്. കേതുദോഷ പരിഹാരത്തിന് ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. കേതുവിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. ഗണപതി ഹോമം നടത്തുക. ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.